അജയൻ്റെ രണ്ടാം മോഷണം. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം അഡ്വഞ്ചർ, ഡ്രാമ, ചെറിയ ഫാൻറ്റസി ഉള്ളൊരു പടമാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഒരിക്കലും ഈ പടം വലിയൊരു ബ്രഹ്മാണ്ഡ പടമാണെന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഹൈപ്പിൽ പോയിട്ട് ഈ പടം കാണരുത്. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നിരാശപ്പെടുത്തും. കാരണം ഇതിൻ്റെ ട്രെയിലർ ബോംബ് സാധനമാണ്. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല ഒന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്ര പോരാ പടം. കാരണം അങ്ങനെയാണ് ട്രെയിലർ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുത്തശ്ശി കഥ അല്ലെങ്കിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഡയറക്ടർ ആളുടെ വിഷനാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയുണ്ട്, ലൊക്കേഷൻ അടിപൊളിയുണ്ട്, മേക്കിംഗ് അടിപൊളിയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിട്ടുണ്ട്, നൈറ്റ് വിഷ്വൽസ് കുറച്ചുണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ട് വർക്ക് അടിപൊളിയുണ്ട്. ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് മാറ്റി നിർത്താം. അത് കഴിഞ്ഞിട്ട് ഇനി പറയാനാണെങ്കിൽ പെർഫോമൻസ് വൈസ് മണീൻ എന്നൊരു ക്യാരക്ടറാണ് കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നു. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. അതിൽ പീക്ക് ലെവൽ അഭിനയമുണ്ട് ടൊവിനോ, ഒന്നും പറയാനില്ല. മാരക അഭിനയമുണ്ട്. കാരണം കുറേ ക്ലോസ് ഷോട്ടുകളുണ്ട് സിനിമയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണീൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താലാണ് അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവേണ്ടിയിരിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്ര അടുത്ത് നിന്നിട്ടാണ്, ക്യാമറയുടെ അടുത്ത് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ടൊവിനോൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും ഒരു മാനറിസം കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആൾ പക്കയായിട്ട് ക്യാരക്ടറിൽ നിന്നുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ടൊവിനോനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയുണ്ട്. പിന്നെ ഇതിൽ നടിമാരെല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ആർട്ടിസ്റ്റും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാളായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും നല്ല രീതിയിലാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ കീർത്തി ഷെട്ടി എന്നാണ് തോന്നുന്നുണ്ട് പേര്. ആ നടി നന്നായിട്ട് മലയാളം ഡയലോഗ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ലിപ്പിലൂടെ കൊണ്ടുവന്നുണ്ട്. കാരണം നല്ല രീതിയിൽ മലയാളം ലിപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം അറിയാത്തൊരു നടിയാണെന്ന് തോന്നില്ല. അങ്ങനെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളം ഡയലോഗ് പഠിക്കാനായിട്ട്. അപ്പോൾ അത് എന്താ പറയുക, ഡബ് ചെയ്തേക്കുന്നത് മമിത ബൈജാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആപ്റ്റായിട്ടുള്ള സൗണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ നടിയുടെ ആ ഒരു രൂപത്തിനും ഭാവത്തിനും ഒക്കെ പറ്റിയ ഒരു ഡബ്ബിങ് പക്കയുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ 3 കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമയാണ്. കൂടുതൽ ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള ഫാൻറ്റസികൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോണ്ട്. ഭയങ്കര ഓവറായിട്ടുള്ള ഫാൻറ്റസികളൊന്നും ഇല്ല. കാരണം ഭയങ്കര ഓവറായിട്ടുള്ള ഫാൻറ്റസികൾ ഹോളിവുഡ് സിനിമകൾ ചെയ്താലാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. മലയാള സിനിമയിൽ ചെയ്യാൻ നമ്മളെ ആൾക്കാർ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടർ അധികം മനസ്സിലാക്കി കളിച്ചിട്ടാണ് ഇതിൽ ഫാൻറ്റസി കൊണ്ടുവന്നിട്ടുള്ളത്. ഫാൻറ്റസിയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെയ്തിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ അടിപൊളിയുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമ ട്രീറ്റ് ചെയ്തേക്കണത് അത് ആളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ആൾ അത് അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെയെന്ന് പറയുമ്പോൾ ഫൈറ്റ് നന്നായിട്ടുണ്ട്. പോരായ്മകളും ഉണ്ട് ഈ പടത്തിന്. പോരായ്മകൾ ഞാൻ പറയുന്നില്ല. കാരണം ആ പോരായ്മകളുണ്ടെന്ന് വെച്ചിട്ട് ഈ പടം കാണാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ പടത്തിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. കാരണം എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല ഈ സിനിമയിൽ. ഞാൻ ഭയങ്കരമായിട്ട് വേറൊരു രീതിയിലാണ് കഥ വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കെന്തോ ഞാൻ വിചാരിക്കാത്തത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ.